വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്യാൻ കോടതി നിർദ്ദേശം. കോടതിയലക്ഷ്യ കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. വെള്ളാപ്പള്ളിയെ അറസ്റ്റ് ചെയ്യണമെന്ന നിർദ്ദേശത്തോടെ യൂണിവേഴ്സിറ്റി അപ്പലേറ്റ് ട്രൈബ്യൂണൽ കോടതിയാണ് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത്. അതായത് കൊല്ലം നെടുങ്കണ്ട SN ട്രെയിനിങ് കോളേജിലെ മലയാള വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ R പ്രവീൺ നൽകിയ പരാതിയിലാണ് കോടതിയുടെ നടപടി. വെള്ളാപ്പള്ളി കോടതിയെ അപമാനിച്ചുവെന്നും അതിനാൽ കോടതി ഉത്തരവ് ലംഘിച്ചതിന് വെള്ളാപ്പള്ളി നടേശനെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണമെന്നുമാണ് കോടതിയുടെ നിർദ്ദേശം. കോളേജിന്റെ മാനേജരായ വെള്ളാപ്പള്ളി പ്രൊഫസർ പ്രവീണിനെ സർവീസിൽ നിന്ന് വ്യക്തമായ കാരണമില്ലാതെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. രാഷ്ട്രീയക്കാരെയും നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളെയും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് പോലെ കോടതിയെയും കൈകാര്യം ചെയ്യാമെന്ന് കരുതിയ വെള്ളാപ്പള്ളിക്ക് തെറ്റിപ്പോയി. വെള്ളാപ്പള്ളിയുടെ നടപടിക്കെതിരെ ട്രൈബ്യൂണലിനെ സമീപിച്ച പ്രവീൺ മാനേജ്മെന്റിന്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ നേടിയ വിധി മാത്രമല്ല, ഇത് വിജയം കൂടിയാണ്. എന്നാൽ പ്രവീണിനെ തിരിച്ചെടുക്കാൻ മാനേജ്മെന്റ് തയ്യാറായില്ല. കോടതി ഉത്തരവ് നിലനിൽക്കെ സർവീസിൽ നിന്ന് മാനേജ്മെന്റ് പിരിച്ചുവിടുകയും ചെയ്തു. ഇതിനെതിരെ പ്രവീൺ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഇപ്പോഴത്തെ അറസ്റ്റ് വാറണ്ട്. അറസ്റ്റ് മാത്രമല്ല, ഹർജിക്കാരനുണ്ടായ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് 4 ആഴ്ചക്കകം തന്നെ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി ഉത്തരവിട്ടിരിക്കുന്നു. ജഡ്ജി ജോസൻ സിറിലാണ് ഉത്തരവ് നൽകിയത്. ഇതോടെ വെള്ളാപ്പള്ളി നടേശന്റെ കുരുക്ക് മുറുകി. പൊക്കിക്കൊണ്ടുവന്ന് ഹാജരാക്കണമെന്ന കോടതിയുടെ ഉത്തരവ് വന്നതോടെ വെള്ളാപ്പള്ളി ഒന്ന് പേടിച്ചു. ഏതായാലും ഇതൊരു ഉത്തരവ് മാത്രമല്ല, എല്ലാവർക്കുമുള്ള ഒരു താക്കീത് കൂടിയാണ്. മദ്യവ്യവസായം പോലെ തന്നെ വിദ്യാഭ്യാസവും കാണുന്നവരുണ്ട്. വലിയ ഉത്തരവാദിത്തമുള്ള വിദ്യാഭ്യാസ മേഖലയെ തോന്നിയ പോലെ ഉപയോഗിക്കുകയും പകവീട്ടലിന്റെ വരെ വേദിയാക്കുകയും അതോടൊപ്പം വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ കച്ചവടക്കാർക്കുള്ള താക്കീത്.